ഇത് നമുക്ക് വെബ്സൈറ്റിലും അതുപോലെ തന്നെ PSC വെബ്സൈറ്റുകളിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോട്ടോ സൈസ്. ആ ഫോട്ടോ എങ്ങനെ നമ്മുടെ ഫോട്ടോ എങ്ങനെ നമുക്ക് ആ സൈസിലേക്ക് സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അത് ക്യാൻവയിൽ എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിനാദ്യമായിട്ട് നമ്മളൊരു ക്യാൻവാസ് സൈസ് എടുക്കാം. അതിന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പ്ലസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കസ്റ്റം സൈസ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്രയാണോ വിടുത്തും എത്രയാണോ ഹൈറ്റ് വേണ്ടതെന്ന് നമ്മൾ കൊടുക്കാം. സാധാരണഗതിയിൽ 150 വിടുത്തും അതുപോലെ തന്നെ 200 ഹൈറ്റുമാണ് ഉണ്ടാവാറ്. ഇവിടെ യൂണിറ്റ് നമുക്ക് ക്രമീകരിക്കാം. അപ്പോൾ യൂണിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് പിക്സൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ PX എന്നുള്ള ഭാഗം നമുക്ക് വേണമെങ്കിൽ സെന്റിമീറ്ററിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ പിക്സലാണ് ഇത് ക്രമീകരിക്കാറ്. അപ്പോൾ 150 × 200 പിക്സലുള്ള ഒരു ഡിസൈനാണ് നമുക്ക് വേണ്ടത്, ഒരു ക്യാൻവാസാണ് നമുക്ക് വേണ്ടത്. ഞാൻ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഞാനിവിടെ താഴെ ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ ക്യാൻവാസിൽ ഫുള്ളായിട്ട് ഈ പിക്ചറിനെ നമുക്ക് വരുത്താം. ഫുൾ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണോ ഇതിൻ്റെ പാസ്പോർട്ട് സൈസ് വരേണ്ടത് അത് നമുക്ക് ക്രമീകരിക്കാം. ഓക്കെ, ഞാനിവിടെ ഏകദേശം ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എഫക്സിൽ പോയതിനു ശേഷം PG റിമൂവർ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് താഴെ പേരും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും എഴുതുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വൈറ്റ് കളർ കൊടുക്കണം. അത് നമുക്ക് എലമെൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇവിടെ ഒരു വൈറ്റ് ഷേപ്പ് ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഷേപ്പ് കളർ നമുക്ക് മാറ്റാവുന്നതാണ്. ഷേപ്പ് ഇങ്ങനെ വലിച്ച് നമുക്ക് പേര് എഴുതേണ്ട ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം കളറിൽ പോയിട്ട് ഞാനിവിടെ വൈറ്റ് കളറാക്കി മാറ്റുന്നു. ഓക്കെ, ഈ വൈറ്റ് കളറിലാണ് ഞാൻ പേര് എഴുതാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാൻ ടെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ആഡ് ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഒരു പേര് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ പേര് നമ്മൾ കൊടുത്തു. അതിനുശേഷം ആവശ്യാനുസരണം വലുപ്പം കൂട്ടുന്നു. ഫോണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോണ്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അതേ കോപ്പി ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഡേറ്റ് നമുക്കിപ്പോൾ ഇന്ന് 6-ാം തീയതി ആണെങ്കിൽ 6/9/2024 അതിൻ്റെ ഡേറ്റും നമ്മൾ എന്ത് ചെയ്യും സെറ്റ് ചെയ്യും. അപ്പോൾ ഡേറ്റ് ആവശ്യാനുസരണം നമുക്ക് ചെറുതാക്കി കൊടുക്കാം. പേര് നമുക്ക് ആവശ്യാനുസരണം അതിന് ഒരു വലുപ്പത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് റെഡിയാക്കാം. നമുക്ക് നെയിം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്കിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അതിനെ സെൻറ്ററിലേക്ക് ആക്കണമെങ്കിൽ കറക്റ്റ് സെൻറ്റർ മനസ്സിലാക്കുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നീക്കുന്ന സമയത്ത് ഒരു ലൈൻ കൃത്യമായിട്ട് ലൈൻ സെൻറ്ററിൽ വരുന്നത് കാണാം. ഡാഷ് ഇട്ട ലൈനല്ല, പകരം കൃത്യമായിട്ട് സെൻറ്ററിൽ ലൈൻ വരുമ്പോൾ മുകളിലുള്ള പിക്ചറുമായിട്ട് അതിനെ കറക്റ്റ് സെൻറ്ററിലാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ താഴത്ത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ലൈൻ വരുന്നുണ്ടെങ്കിൽ ആ ഭാഗമാണ് അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ 30 KB ഇതിനെ നമുക്ക് സേവ് ചെയ്യണം. 30 KB സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് താഴെ കാണാം ലിമിറ്റഡ് ഫയൽ സൈസ് ടു -KB എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം 30 KB എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ സൈസ് മറ്റൊന്നും മാറ്റാൻ വേണ്ടി പോകേണ്ട, കാരണം കൃത്യമായിട്ട് നമ്മൾ സൈസ് കൊടുത്തിട്ടുണ്ട്. 150 × 200 എന്നുള്ള സൈസിലാണുള്ളത്. ഇനി കൂട്ടുന്ന സമയത്ത് ആ സൈസിൽ വ്യത്യാസം വരും. അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യരുത്. അതിന് പകരം നമ്മളിങ്ങനെ കൊടുത്തതിന് ശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യും. ഈ ഇപ്പോൾ ഡൗൺലോഡായി വന്ന ഇമേജ് നമുക്ക് PSC വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ മറ്റു ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. താങ്ക് യു.